വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. കമ്പനി ബോർഡ് LGSന്റെ പൊതു പ്രാഥമിക പരീക്ഷയുടെ ആദ്യഘട്ടം നടക്കുന്നത് ജൂലൈ 18-നാണെന്ന് നമുക്ക് എല്ലാവർക്കും വിവരം ലഭിച്ചു അല്ലെ. അപ്പൊ ഇനി നോക്കുമ്പോ ഇന്ന് തൊട്ട് 75 ദിവസമാണ് കമ്പനി ബോർഡ് LGSനുള്ളത് നമുക്ക്. അപ്പോ എല്ലാം നമ്മൾ ഹോട്ട് ടോപ്പിക്സിന്റെ ഒരു 60 ഡേയ്സിന്റെ ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്. കമന്റ് ബോക്സിലും അല്ലാതെയും എനിക്ക് കുട്ടികള് പേഴ്സണൽ ആയിട്ടൊക്കെ മെസ്സേജ് ഇട്ട് ചോദിക്കണ ഒരു ചോദ്യമാണ്, ടീച്ചറെ ഇത് മാത്രം പഠിച്ചാൽ നമുക്ക് ജോലി കിട്ടും, ഇത് മാത്രം പഠിച്ചാൽ മതിയോ എന്നും മിക്കപ്പോഴും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എനിക്ക് നേടാൻ പറ്റുമോ, എനിക്ക് കിട്ടുമോ, ഈ ഒരു സംശയമാണ് എല്ലാ കുട്ടികളുടെയും മുന്നിലുള്ളത്. അപ്പൊ ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞോട്ടെ. 74 ദിവസം എന്ന് നമ്മൾ വിചാരിക്കുക, 75 ദിവസം പോട്ടെ, 74 ദിവസം. ഈ 74 ദിവസവും നിങ്ങൾക്ക് എല്ലാ ദിവസവും പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. നമുക്ക് വയ്യായി ഉണ്ടാവാം, പല കാരണങ്ങളും ഒക്കെ ഉണ്ട്. ഒരു 65 ദിവസം നിങ്ങൾ മാറ്റിവെച്ചു. ഈ 65 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈ കമ്പനി ബോർഡ് LGSന്റെ സിലബസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? വെറും 65 ഡേയ്സ് കൊണ്ട് സിലബസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റും. കംപ്ലീറ്റ് ചെയ്യുന്ന സിലബസ് ഫുള്ള് അതിനു വേണ്ടി നമ്മൾ രാവും പകലും ഇരുന്ന് ഭംഗിയായിട്ട് പഠിക്കുകയാണെങ്കിൽ, കൃത്യമായിട്ട് ആ സമയം വിനിയോഗിക്കുകയാണെങ്കിൽ 65 ദിവസം കൊണ്ട് സിലബസ് ഫുള്ള് നമുക്ക് ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. പക്ഷെ അത് മുമ്പ് പഠിച്ചിട്ടുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ അത്രയും പെട്ടെന്ന് അവർക്ക് അത് ഗ്രാസ്പ് ചെയ്യാനായിട്ട് സാധിക്കണം. ഈ സിലബസ് പഠിക്കുമ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? GK ഉണ്ട്, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ മാത്സ് ഉണ്ട്. ഇത് മുഴുവൻ മാത്സ് ഒക്കെ വീക്ക് ആയിട്ടുള്ള കുട്ടികൾക്ക് അത് വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വരും. കറണ്ട് അഫയേഴ്സ് ഇപ്പൊ നോബൽ പ്രൈസ്, അല്ലെങ്കിൽ എന്താ പറയാ അവാർഡുകള്, അല്ലെങ്കിൽ ഓരോ വ്യക്തികളെ കുറിച്ച് വർഷങ്ങള്, കുറെ കാര്യങ്ങൾ വരുമ്പോൾ ആകെ കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത്ര നാളും നമുക്ക് ഈ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ലേ? അപ്പോ ഇനി നിങ്ങൾ ആ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോ നിങ്ങൾ എല്ലാം കൂടെ പഠിച്ച് ആകെ ടെൻഷന്റെ ഉള്ളില് നമുക്ക് ഒരു കട്ട പുകയായിട്ട് മാറും. അപ്പൊ സിലബസ് അരച്ച് കലക്കി കുടിക്കുക എന്നുള്ള പരിപാടി നമ്മൾ ചെയ്യണത് നല്ലതാണ്. അതിനൊരു സമയമുണ്ട്. ആ സമയം കൊണ്ട് സിലബസ് പഠിച്ച് പിന്നെ അതിന്റെ റിവിഷൻ ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ചെയ്ത് അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. ഇത് സിലബസ് പഠിച്ചു, കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ല ഒരു റാങ്ക് ഫയൽ പഠിച്ചു, ഏതാണെന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് ഒന്നും ഓർമ്മയുണ്ടാവില്ല. അപ്പൊ നിങ്ങള് എന്ത് ചെയ്തോളൂ, ഹോട്ട് ടോപ്പിക്സ് ഫോളോ ചെയ്തോളൂ. ഇപ്പൊ എന്റെ ഹോട്ട് ടോപ്പിക്സ് ഫോളോ ചെയ്യണമെന്ന് മക്കളെ ഞാൻ നിങ്ങളോട് പറയില്ല. ഇഷ്ടം പോലെ ഇപ്പൊ ഞാൻ എന്റെ ചാനലിൽ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്റെ ചാനലിൽ കുട്ടികൾ വരാൻ വേണ്ടിയിട്ടോ പറയണതല്ല. നിങ്ങൾ എന്റെ ചാനൽ ഫോളോ ചെയ്യണ്ട, കാര്യം കഴിഞ്ഞില്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ടാ ടീച്ചർ പറയണെന്നുള്ള ഒരു ധാരണ ഉണ്ടെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ എനിക്ക് എന്റെ കുട്ടികളോട്, അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സിനോട്, അല്ലെങ്കിൽ എന്റെ റിലേറ്റീവ്സിനോട് ഇങ്ങനെ പഠിക്കാൻ, അതായത് PSCക്ക് വേണ്ടി പഠിക്കണ കുട്ടികളോട് പറയണ പോലെ ഞാൻ നിങ്ങളോട് പറയണു. നിങ്ങള് ഏത് ടീച്ചേഴ്സിന്റെ ആണെങ്കിൽ ഹോട്ട് ടോപ്പിക്സ് കൃത്യമായിട്ട് നല്ല രീതിയിൽ ഹോട്ട് ടോപ്പിക്സ് പറഞ്ഞു തരണ ടീച്ചേഴ്സിന്റെ ക്ലാസ് നിങ്ങൾ ഫോളോ ചെയ്യുക, അത് കൃത്യമായിട്ട് പഠിക്കുക. ഈ ഹോട്ട് ടോപ്പിക്സിൽ എന്തുണ്ടാവും? ഞാനൊക്കെ ആണെങ്കിൽ ഹോട്ട് ടോപ്പിക്സിൽ കൊടുക്കണതിൽ GKയും കറണ്ട് അഫയേഴ്സും കൂടെ ഒരുമിച്ച് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ എന്റെ ആണെങ്കിൽ പ്ലേലിസ്റ്റ് ഞാൻ ഒരു 100 ഡേയ്സ് ക്ലാസ് കൊടുത്തിട്ടുണ്ട്. അതിൽ മാത്സ് പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോ ഓരോ ടീച്ചർക്ക് GK എടുക്കാൻ കഴിയുന്ന ടീച്ചറുടെ ആ ഒരു ലെവലായിരിക്കില്ല അവർക്ക് മാത്സ്. കുറച്ചും കൂടി ഈസി ആയിട്ട് മാത്സ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന നല്ല ടീച്ചേഴ്സ് ഉണ്ടാവും. അവരുടെ ക്ലാസ്, നമ്മുടെ LGSന് വേണ്ടിയിട്ടുള്ള മാത്സ് ക്ലാസ് ഫോളോ ചെയ്യാൻ നിങ്ങൾ പഠിക്കുക ആരുടെ ആണെങ്കിൽ. അപ്പോ ഞാനൊരു 8 ഡേയ്സ് നമ്മുടെ കഴിഞ്ഞപ്പോ 60 ഡേയ്സ് സ്റ്റഡി പ്ലാൻ 8 ഡേയ്സ് കഴിഞ്ഞപ്പോ 8th ഡേ ഞാൻ നമ്മുടെ കമ്പനി ബോർഡിന്റെ തന്നെ ഒരു ലാസ്റ്റ് ഗ്രേഡ് നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ 80 ക്വസ്റ്റ്യൻസിന്റെ ഒരു ക്ലാസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ആ 80 ക്വസ്റ്റ്യൻസ് 8 ഡേയ്സ് നമ്മൾ പഠിച്ചു തീർന്നപ്പോ അതിൽ 23 ചോദ്യങ്ങൾ നമ്മൾ പഠിച്ച ഹോട്ട് ടോപ്പിക്സിൽ നിന്ന് പഠിച്ച ചോദ്യങ്ങളായിരുന്നു. 8 ദിവസം കൊണ്ട് പഠിച്ചിട്ട് 23 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടിയെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് ഹോട്ട് ടോപ്പിക്സ് പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, സിലബസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ കോമ്പറ്റേറ്റീവ് എക്സാമിന് ഓഫ്ലൈൻ ആയിട്ട് ക്ലാസ് എടുക്കുന്ന ഒരു ടീച്ചറാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ക്രാഷ് കോഴ്സ് കുട്ടികൾക്ക് കൊടുക്കും, സിലബസ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കും. ഒരു ദിവസം 5 മണിക്കൂർ അവർക്ക് ക്ലാസ് കൊടുക്കണേ. മൺഡേ ടു ഫ്രൈഡേ ഓഫ്ലൈൻ ആയിട്ട് ക്ലാസ് കൊടുക്കുകയാണ്. ഇതിൽ സിലബസ് മുഴുവൻ നമ്മൾ ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഓഫ്ലൈൻ ആയിട്ട് കൊടുക്കുമ്പോൾ, ഓൺലൈൻ ആയിട്ട് കൊടുക്കുമ്പോൾ 5 മണിക്കൂർ കൊടുക്കല്ല, ഈ റെക്കോർഡഡ് ക്ലാസ്സുകൾ ഇങ്ങനെ നമ്മൾ അവർക്ക് കൊടുക്കുകയാണ്. അപ്പോഴും 4-5 മണിക്കൂറത്തെ ക്ലാസ്സുകൾ നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് മുഴുവൻ ഒരു ദിവസത്തിൽ 24 മണിക്കൂറല്ലേ ഉള്ളൂ. ഇത് മുഴുവൻ അവർക്ക് പഠിക്കണം അല്ലെ, അത് റിവൈസ് ചെയ്യണം. അതിനൊപ്പം മാത്സ് പഠിക്കണം, അതുപോലെ തന്നെ എന്ത് പഠിക്കണം? കറണ്ട് അഫയേഴ്സ് പഠിക്കണം. ഇതിനൊക്കെയുള്ള സമയം എങ്ങനെയാ നേടാൻ പറ്റുക? അപ്പൊ എല്ലാം കൂടി സിലബസ് കംപ്ലീറ്റ് ആവും ഇല്ല എന്നല്ല, പക്ഷെ ആകെ കൂടെ
ആദ്യമായിട്ട് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാവും. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയില്ലേ, കൊച്ചു മക്കള് വീട്ടിലുള്ളവർക്ക് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് മറ്റു ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഡിഗ്രി കഴിഞ്ഞ കുട്ടികളാണ്, അവർക്ക് ഈ 65 ദിവസം കൃത്യമായിട്ട് അവര് നല്ല രീതിയിൽ വിനിയോഗിക്കുകയാണെങ്കിൽ അവർക്ക് ഈ സിലബസ് പഠിച്ച് നന്നായിട്ട് പരീക്ഷ എഴുതാം. മറ്റു കുട്ടികൾക്ക് അത് സാധിച്ചു എന്ന് വരില്ല. അപ്പൊ നിങ്ങൾ അത്തരം ആൾക്കാർക്ക് ചിലപ്പോൾ അവർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കാൻ പറ്റില്ല, അതൊക്കെ ചെയ്യണം നമ്മൾ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ, ഒരു ദിവസം ഏത് ടീച്ചർ ആയിക്കോട്ടെ ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ് ഇടുന്നുണ്ടെങ്കിൽ 2 3 ഹോട്ട് ടോപ്പിക്സ് ഇടുമ്പോൾ മാക്സിമം എത്ര സമയം അവരിടും, ഒരു 45 മിനിറ്റ് ഹോട്ട് ടോപ്പിക്സ് ഇടായിരിക്കും. അതുപോലെ തന്നെ ഒരു SCERT ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ അതുപോലെ തന്നെ ഒരു 45 മിനിറ്റ് വേണമായിരിക്കും. ഈ 1.5 മണിക്കൂർ ക്ലാസ് നിങ്ങൾ കേൾക്കുമ്പോൾ അപ്പൊ തന്നെ നോട്ട്സും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളത് മാത്രം. ഹോട്ട് ടോപ്പിക്സ് ആണെങ്കിൽ അത് നമ്മൾ അങ്ങനെ തന്നെ പഠിക്കണം. SCERT ആകുമ്പോൾ ആ ചാപ്റ്റർ 3/4 മണിക്കൂറിന് ഉണ്ടെങ്കിലും അതിൽ നമുക്ക് പഠിക്കാൻ 10 15 ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളൂ അല്ലെ. അത് മാത്രം നോട്ട് ചെയ്ത് എഴുതി വെച്ച് ഇത് പഠിക്കാൻ നിങ്ങൾക്ക് എത്ര സമയം വരും, കൂടിയ ഒരു 1.5 മണിക്കൂർ. അപ്പൊ 1.5 കൂടെ 3 മണിക്കൂറാ പോണേ. 1 മണിക്കൂർ നമ്മൾ എന്തിനും വിനിയോഗിക്കുക, മാത്സ് നന്നായിട്ട് ചെയ്യാനായിട്ട്. മാത്സ് പിന്നെയും പിന്നെയും ചെയ്തു നോക്കുക. അത് 1 മണിക്കൂർ എന്നുള്ളത് 1.5 മണിക്കൂർ എടുക്കേണ്ട ആവശ്യമുള്ളവർക്ക് എടുക്കുക. ഒരു ദിവസം ഒരു 25 ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾ എന്ത് പഠിക്കുക, കറണ്ട് അഫയേഴ്സ് പഠിക്കുക. ഇങ്ങനെ പഠിച്ചു നിങ്ങൾ മുന്നോട്ട് പോയി നോക്കിക്കോളൂ. ഇനിയും ഇങ്ങനെ പഠിച്ചു മുന്നോട്ട് പോവാം. അതിനൊപ്പം തന്നെ പറ്റുന്ന കുട്ടികളാണെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് LGS നിലവാരത്തിലുള്ളത്. പ്രീവിയസ് ഇയറിൽ നമുക്ക് പഠിക്കാൻ ഈ ഒരു 2018 കഴിഞ്ഞതിന് ശേഷം PSC നടത്തിയിട്ടുള്ള വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളേ ഉള്ളൂ. അതൊന്ന് ചെയ്യാനും നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടും. ഇനിയും പറ്റുമോ 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 എന്നുള്ള ചോദ്യം നിങ്ങൾ അവസാനിപ്പിക്കുക. എനിക്ക് പറ്റും എന്ന് നിങ്ങൾ സ്വയം പറയാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണ്, അതായത് കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാവേണ്ടതാണ്. എനിക്കിങ്ങനെ പറഞ്ഞു, ഞാനിതൊരു മോട്ടിവേഷൻ ക്ലാസ് ആയിട്ടല്ല പറയണേ. അതായത് എന്റെ മക്കളോട് അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ എന്റെ എന്താ പറയാ റിലേറ്റീവ്സിനോട് അല്ലെങ്കിൽ എന്റെ സ്റ്റുഡൻസിനോട് അങ്ങനെയൊക്കെ ആയിട്ടാ പറയണേന്ന് നിങ്ങൾ വിചാരിച്ചോളൂ. എന്റെ മക്കളുടെ പ്രായമുള്ളവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പല കാറ്റഗറിയിലെ ആൾക്കാർ ഇവിടെ ഉണ്ടായിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഇത് നേടാനുള്ള വഴി ടീച്ചർ പറഞ്ഞു തരികയാണ്. അത് ഞാൻ പറഞ്ഞു എന്റെ ക്ലാസ് ഫോളോ ചെയ്യണമെന്നില്ല, ആരുടെ ക്ലാസ് നിങ്ങൾ ഫോളോ ചെയ്തു, നിങ്ങൾക്ക് ജോലി കിട്ടിയാൽ മതി. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അപ്പൊ ഇനി പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് വേണ്ട, പറ്റുമെന്ന് പറയാം. മോട്ടിവേഷൻ എന്നുള്ള സാധനം ഞാൻ ഇപ്പൊ തന്നു, ടീച്ചർ പറയണ്ട അപ്പൊ എനിക്ക് നേടാൻ പറ്റൂലേ, ഇത് ഈ ഒരു 5 10 മിനിറ്റ് കൊണ്ട് ഞാൻ തന്നു, അത് നിങ്ങൾക്ക് കിട്ടി. അത് കഴിഞ്ഞ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു നെഗറ്റീവ് കമന്റ് പറഞ്ഞു, അപ്പൊ നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആയി. അങ്ങനെ കാര്യമില്ല. മോട്ടിവേഷൻ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാവേണ്ടതാണ്. നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആവുക. എനിക്കിത് നേടാൻ പറ്റും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോവുക. ഉറപ്പാണ് ഞാനിത് നേടിയിരിക്കും, എനിക്ക് ജോലി നേടാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ ലിസ്റ്റിൽ കയറും, ഇത്ര റാങ്കിനുള്ളിൽ എത്തും. അങ്ങനെ ഒരു തീരുമാനത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ടീച്ചർ പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ട് ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ് ഫോളോ ചെയ്യുക, മാത്സ് കൃത്യമായിട്ട് ചെയ്യുക, കറണ്ട് അഫയേഴ്സ് ഒരു ദിവസം ഒരു 25 30 ക്വസ്റ്റ്യൻസ് എങ്കിലും പഠിക്കുക, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. ഇത്രയും കാര്യം നിങ്ങൾ ഒരു ദിവസം ചെയ്യൂ. അത് സിസ്റ്റമാറ്റിക് ആയിട്ട് പോട്ടെ. നമ്മൾ 25 മണിക്കൂർ ആകെ 24 മണിക്കൂറുള്ളൂ, ഞാൻ 24 മണിക്കൂറും പഠിച്ചു, അല്ലെങ്കിൽ 12 മണിക്കൂർ പഠിച്ചു, 18 മണിക്കൂർ പഠിച്ചു. 18 മണിക്കൂറും 12 മണിക്കൂറും പഠിക്കലിന് അർത്ഥമില്ല. അതിൽ പകുതി നമ്മൾ ഉറങ്ങും, പകുതി വേറെ കാര്യങ്ങൾ ചെയ്യും, പകുതി ശ്രദ്ധ ഉണ്ടാവില്ല. അത് നിങ്ങൾ പഠിക്കുന്നത് 3 മണിക്കൂറോ 4 മണിക്കൂറോ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള മണിക്കൂർ ആയിക്കോട്ടെ, ആ മണിക്കൂർ നിങ്ങൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. മനസ്സിലാവുണ്ടോ? അതായത് കുറച്ച് സമയം ഉപയോഗിക്കുന്നുള്ളൂ, മതി, പക്ഷെ അത് നന്നായി നിങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ആവശ്യം. അങ്ങനെ നമ്മൾ നേടാനായിട്ട് ശ്രമിക്കുക. അപ്പൊ എല്ലാവർക്കും കിട്ടും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നിങ്ങൾ എന്താ പറയാ, പഠനം കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടാവണം, എനിക്കിത് നേടാൻ പറ്റും. കാലത്ത് എണീക്കുക, വളരെ സന്തോഷത്തോടുകൂടി എണീക്കുക, എണീക്കുമ്പോ പ്രാർത്ഥിക്കുക, ഞാൻ നേടും എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടി പറയാ, മനസ്സിൽ തന്നെ പറയാ, ഞാൻ നേടും. എത്രയൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും, മക്കളുണ്ടാവാം, വയസ്സായവരുണ്ടാവാം, ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ടാവാം, അല്ലെങ്കിൽ മറ്റു പഠനങ്ങൾ നടത്തുന്നവരുണ്ടാവാം, എന്തൊക്കെ പ്രതിസന്ധികളായി, ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികളൊക്കെ നേരിട്ടിട്ടുള്ള ആൾക്കാർ ധാരാളം ഉണ്ട്. നമ്മുടെ മറ്റുള്ളവരുടെ പ്രതിസന്ധി കാണുമ്പോഴാണ് നമ്മുടെ പ്രതിസന്ധി ഒന്നുമല്ല നമുക്ക് തോന്നുക. ഒരു ചെറിയ പനി വരുന്ന ആശുപത്രിയിൽ പോയി നോക്കുക, അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മളെക്കാൾ വലിയ അസുഖമുള്ള ആൾക്കാരെ കാണുമ്പോൾ നമ്മുടെ ഒന്നുമല്ല എന്ന്. അതുപോലെ തന്നെ പ്രതിസന്ധികൾ നമ്മളെക്കാൾ വലിയ പ്രതിസന്ധികൾ ഉള്ളവരുണ്ട്. അങ്ങനെ നെഗറ്റീവ്സ് അല്ലെങ്കിൽ പ്രതിസന്ധികൾ വരുമ്പോൾ അത് നേരിട്ടിട്ടുള്ള ആൾക്കാരെ ജയിച്ചിട്ടുള്ളൂ മക്കളെ. മനസ്സിലാവുണ്ടോ? അപ്പൊ എല്ലാവർക്കും ഈ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ LGS നേടാനുള്ള ഒരു വഴിയാണ് ടീച്ചർ പറഞ്ഞു തന്നത്. അത് കൃത്യമായിട്ട് നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ.
ടീച്ചറെ ക്ലാസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാനും ഒന്ന് നോക്കുക കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ.